എന്താ പിന്നെ ഒരു സ്ട്രോങ് അല്ലാത്ത? നല്ല സ്ട്രോങ്, അതല്ല നല്ല സ്ട്രോങ്, വളരെ കോൺഫിഡന്റ് ആണ്. ഓ, എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട്? അല്ല, ഈ സിനിമയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നതിന്റെ ഒരു ആത്മവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മളെ പാവം, നമ്മളറിയാലോ. അതെ, നമ്മള് കറക്റ്റ് അറിയാവുന്ന അതുകൊണ്ട് കുഴപ്പമില്ലോ. എന്തായാലും പുതിയൊരു സിനിമ അൽത്താഫിന്റെ ആദ്യ സിനിമ ഒരു ഓണം റിലീസായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഒരു ഓണം റിലീസുമായിട്ട് ഓടും കുതിര ചാടും കുതിരയായിട്ട് അൽത്താഫ് വരുന്നു. എനിക്ക് അൽത്താഫിൻ്റെ അഭിനയം കണ്ടിട്ടുണ്ട്, ഡയറക്ഷൻ കണ്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഡയറക്ഷൻ. അൽത്താഫിന് എന്താണ് പ്രേക്ഷകരോട് ഈ സമയത്ത് പറയാനുള്ളത്? ഇല്ല, ഞങ്ങൾ പറഞ്ഞിട്ട് എനിക്കൊരു ആഗ്രഹം തോന്നുമ്പോഴാണ് ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുന്നത്. അപ്പം അങ്ങനെ വളരെ ഈ സിനിമ ചെയ്യാമെന്ന ആഗ്രഹം വളരെയധികം മനസ്സിൽ തോന്നിയപ്പോഴാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. അതിന് അനുയോജ്യരായിട്ടുള്ള കഥാപാത്രങ്ങളെ ഇവരെല്ലാവരും കാസ്റ്റ് ചെയ്തതും എല്ലാവരും നല്ല രീതിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. എല്ലാ സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും രസമായിട്ട് ചിരിക്കാം ഓണത്തിന് പോയി. അങ്ങനത്തെ ഒരു സിനിമയാണ്. ഇപ്പം എടുത്തു പറഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ജോലി ചെയ്യിപ്പിച്ചു എന്ന് പറയണല്ലേ? ഇല്ല, അവർ ഓൾറെഡി അവർക്ക് ക്രാഫ്റ്റ് ഉണ്ട്. അപ്പം അവർ ജസ്റ്റ് നമ്മളൊന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് വിട്ടാൽ മതി. ബാക്കിയെല്ലാം വിനയായിരുന്നു അവിടുത്തെ ഉഴപ്പ്. ഇല്ല, ആരും അങ്ങനെ ഉഴപ്പൊന്നുമില്ല. എനിക്ക് തോന്നി അതങ്ങനെ തന്നെ പിടിച്ചോട്ടെ, ഒഴിവാക്കി തന്നാൽ മതി. എന്തായാലും നല്ലൊരു സിനിമ. നമ്മൾ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇനി എന്താണെന്നുള്ളൊരു ആ ഡേറ്റിന് വേണ്ടി കാത്തിരും. ഓണത്തിന് വേണ്ടി ഓണം ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റിയ ഒരു സിനിമയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയം പ്രേക്ഷകർക്ക് ഉണ്ടായില്ല ഈ സിനിമ ട്രെയിലർ കണ്ടപ്പോൾ. ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഇത്ര വർഷമായി കേട്ടോ. ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ എനിക്ക് സിനിമ ചെയ്യണം, ഡയറക്ഷൻ ചെയ്യണം തോന്നുമ്പോഴാണെന്ന് പറയും. പക്ഷെ ഇത്രയും ഒരു നീണ്ട ഒരു ഇടവേള വന്നപ്പം വേറെ ഒരു സമയത്തും തോന്നില്ല എനിക്കൊരു സിനിമ ഡയറക്ഷൻ ഇതിലേക്ക് തന്നെ നിന്ന് ഈ കഥയിലേക്ക് ഇറങ്ങി. അത് എത്ര വർഷത്തെ ഒരു യാത്രയാണ് ഈ കഥയിലേക്കുമായിട്ട്? ഇല്ല, കഥയൊക്കെ എല്ലാ കഥകളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു കഥയെന്നല്ല, ഒരു സിനിമ അടുത്ത സിനിമ ചെയ്യാൻ വേണ്ടി ആ ഒരു കഥ കുറേ നാളിന് മുമ്പേ വന്നിട്ടുണ്ടാവും. അതിൽ വർക്ക് ചെയ്യാന്നുള്ളൊരു അതിനൊരു സമയം കൊടുക്കണം. അത് ഹാഫ് കുക്ക്ഡായിട്ട് അത് ഇറക്കിയാലും അത് ഇതാവില്ല. അപ്പം അതിനൊരു പ്രോസസ്സുണ്ട്. പ്രോസസ്സ് ചില കഥകൾ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു മാസം കൊണ്ടൊക്കെ തീരും. ചിലത് ഒരു 5 വർഷം എടുത്തു കഴിഞ്ഞാലും പകുതി പോലും ആവില്ല. അത് ഡിപ്പെൻസ്. എന്തായാലും നല്ലൊരു സിനിമ ആവട്ടെ. സുരേഷേട്ടാ, നമ്മൾ വിളിക്കുമ്പോൾ ഒക്കെ എപ്പോൾ വിളിച്ചാലും ഈ ലൊക്കേഷനിലാണെന്ന് പറയാറുള്ളത്. എന്ന് ആ സമയത്ത് വിളിക്കും ഞാൻ ഈ ലൊക്കേഷനാണ്, ഈ ലൊക്കേഷൻ എന്ന് പറയുക അല്ലാതെ വേറെ ലൊക്കേഷനിലേക്ക് പോലും യാത്രയില്ലാതെ ചെയ്തൊരു സിനിമയാണ് അല്ല. സാധാരണ ഒരു സിനിമ നടത്താൻ വേറെ ബ്രേക്കിന് പോകും. പക്ഷെ ഇതിൽ തന്നെയാണ് സുരേഷേട്ടൻ നിന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് കുറച്ചധികം ദിവസം ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഒരുപാട് ദിവസങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും ബ്രേക്കായി. അപ്പോൾ നമ്മുടെ ഒരു അപ്പിയറൻസും കാര്യങ്ങളൊക്കെ വെച്ച് വേറെ മറ്റു പടങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. അങ്ങനെ കുറേ കാലം ഈ കുതിരയുടെ പുറകെയായിരുന്നു, ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മളെല്ലാവരും. ആ കുതിരയുടെ ഓട്ടം തുടങ്ങാൻ പോകുന്നതാണ്. ശരിക്കും ഓട്ടം തുടങ്ങാൻ പോകുന്ന ഓണത്തിനാണ് അല്ലേ? നമ്മളൊന്ന് കയറിട്ട് നിർത്തിയേക്കാണ്. ഇനി അത്രേ ഉള്ളൂ, ഓടാൻ ഓട്ടമായിരിക്കും. അത് നിൽക്കാത്ത ഓട്ടമായിരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളുടെ എല്ലാവരും ആഗ്രഹം ഇതാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ കഥാപാത്രം? എങ്ങനെ ചോദിച്ചാൽ ഞാനിതൊരു ചെയ്യാത്ത ടൈപ്പ് ഒരു സംഭവമാണ്. പൊതുവെ അൽത്താഫിൻ്റെ സിനിമകളിലെ കഥാപാത്രങ്ങൾക്കൊക്കെ എല്ലാം ഒരു പ്രത്യേകതകളുണ്ടായിരിക്കും. ഈ ഞണ്ടുകളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ തന്നെ അങ്ങനത്തെ ഒരു സംതിങ് ഡിഫറെൻറ്റ്, അങ്ങനത്തെ ഒരു ഇതുണ്ടാവുമായിരുന്നു. ഇതും അതുപോലെ തന്നെ ഞങ്ങളെല്ലാം കഥാപാത്രങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ഏതാണ്ട് ചെറിയ ഒരു 2 വയസ്സേക്ക് കുറവുണ്ടോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളാണ്. അതിൽ ഏറ്റവും കുറവ് ആർക്കായിരിക്കും? ഇവിടെ ആയിരിക്കും വിനയനെ തന്നെ. ഇന്ന് എന്റെ ദിവസമായിട്ട് പുള്ളി പ്രഖ്യാപനം ഇവിടെ കൊടുത്തേക്കണേ. ഇന്ന് അവരവരുടെ കഴിവനുസരിച്ച് 2 പൈസ 3 പൈസ 4 പൈസ വരെ കുറഞ്ഞ ആൾക്കാരുണ്ട്. എനിക്ക് സമാധാനം. അവരവരുടെ കഴിവനുസരിച്ച് പറഞ്ഞിട്ടുണ്ടോ? തിരിച്ചും കൂടെ ഒന്നും പറഞ്ഞ അങ്ങോട്ട് വരുമ്പോൾ കൂടെ വന്നാ. അപ്പം കേട്ടോ, കല്യാണി സുഖമാണോ? കല്യാണി ഇവിടെ വന്നിരുന്നപ്പോൾ ഒരു കാര്യം ഇവരൊക്കെ എന്നെ കളിയാക്കി. അത് ഓഫ് റെക്കോർഡിംഗ് ആയിരുന്നു. ഓൺ റെക്കോർഡിംഗിൽ തന്നെ പറയണം. എന്നെ കുറിച്ച് ഇവർ പറയണത് മോശമായിട്ടാണ് പറഞ്ഞത്. കല്യാണി ലാസ്റ്റ് ഇന്റർവ്യൂ എടുത്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ഞാൻ പറഞ്ഞു സാർ ഭയങ്കര സ്വീറ്റും അണ്ടർസ്റ്റാൻഡിങ്ങും ഭയങ്കര കൈൻഡും ആയിരുന്നു എന്നോട്. സോ ഞാൻ ഷൂട്ടിന് മുമ്പാണ് കല്യാണി എന്ന് പറഞ്ഞത്. അപ്പൊ രണ്ടാമത് പറയിച്ചു നാട്ടുകാരെ അറിയിക്കാൻ. സ്വന്തം എന്തായാലും ഈ പറഞ്ഞതേ റെക്കോർഡ് എന്നോട് അങ്ങനെയായിരുന്നു. അൽത്താഫ് പറഞ്ഞ ഇന്നലെ മെസ്സേജ് ഇട്ടായിരുന്നു. നിങ്ങളെന്താ പറഞ്ഞു? ഇപ്പൊ കല്യാണി പറഞ്ഞത് റെക്കോർഡ് ചെയ്തിട്ട് സ്വന്തം നമ്മുടെ ഒരു ഇതിൽ വെച്ചോളൂ. കാരണം വളരെ അപൂർവമാണ് അലിയെ പറ്റി ഇങ്ങനെ അവർ പറയുന്നത്.
അത് എടുത്ത് വെക്കാമല്ലോ. പറയിച്ചു ആദ്യം അങ്ങനെയല്ലായിരുന്നു. തല്ലുമാലയ്ക്ക് അങ്ങനെയല്ലായിരുന്നു. അല്ലായിരുന്നു. പക്ഷെ ആന്റണീന അങ്ങനെയായിരുന്നു. തല്ലുമാലയ്ക്ക് നമ്മൾ വേറെ ആളാണ്. അന്യനാണ് പുള്ളി. ഇയാൾ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അല്ല എന്തായാലും ഞാൻ മൊത്തത്തിലുള്ള മാറ്റമുള്ള ഒരാളാണ്. നന്നാവും ചേട്ടാ. മാറിപ്പോയതാണോ? ഇനി അത് മാറ്റം വന്നില്ലെങ്കിൽ പണിയാണ്. അത് മനസ്സിലായി. ഇവിടെ നിന്ന് കയറി പോയിട്ടുണ്ട്, അതല്ല ഉദ്ദേശിച്ചത്. ഭർത്താവേ, ഈ തിരിച്ച് അവിടെ കൊടുക്കുന്ന പണി ഇങ്ങോട്ട് വരാൻ ഞാൻ വേണ്ടി ഇത് തിരിച്ചെടുത്തോ? തിരിച്ചെടുത്തു. ഡിലീറ്റ്. പിന്നീട് ഓണം 2 സിനിമകളാണ് അല്ലേ? 2 സിനിമകളാണ് ഓണത്തിന് വരവേൽക്കാൻ നിൽക്കുന്നത്. ആ ഒരു സിനിമ നിൽക്കട്ടെ, നമുക്ക് ഓടും കുതിര ചാടും കുതിരയെ കുറിച്ചാണുണ്ട്. ആദ്യമായിട്ട് ഫഹദുമായിട്ട് ഒന്നിക്കുന്നു. സോ ആക്ച്വലി ഫഹദിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് എനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു നടി എന്ന നിലയിൽ എൻ്റെ ക്രാഫ്റ്റിന്, എൻ്റെ ഗ്രോത്തിന് നല്ലോണം സഹായിച്ചിട്ടുണ്ട്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ആൻഡ് ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അതിപ്പോൾ ഓരോ ഷോട്ടിലും എന്താ പാടാണ് ഞാൻ പറഞ്ഞത്. അതെ, ഞാൻ മലയാളത്തിൽ സംസാരിക്കാൻ ശ്രമിക്കാണ്. സോ പ്ലീസ്. ഓക്കെ. സോ ഓക്കെ, ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പെർഫോം ചെയ്യുമ്പോൾ അതിപ്പോൾ ഓരോ ഷോട്ടിലും കോംപ്രമൈസ് എന്ന് പറയുന്ന ഒരു വാക്ക് ഇല്ല. ബേസിക്കലി ഞാൻ ഒന്നെങ്കിൽ 100% ഇടും, അല്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അതാണ് ഫഹദിൻ്റെ ആറ്റിറ്റ്യൂഡ്. ഇതിനു മുന്നേ ബേസിക്കലി ഒരു ഡയറക്ടർ എൻ്റെ ടേക്ക് ഓക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിൽ കണ്ടന്റ് ആവും. എനിക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല എന്ന് ഞാൻ വിചാരിക്കും. ആൻഡ് ഒരു ടേക്ക് കൂടെ പുഷ് ചെയ്യാനുള്ള എന്താ പറയുക, കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു. പക്ഷെ ഫഹദ് വർക്ക് ചെയ്യുന്നത് കണ്ടതിന് ശേഷം ആ ആറ്റിറ്റ്യൂഡ് മാറി. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും, അതിപ്പോൾ വെറുതെ കിടക്കുന്ന ഒരു ഷോട്ടാണെങ്കിൽ പോലും ഫഹദ് ഫുള്ളി കമ്മിറ്റഡ് ആണ്. ബേസിക്കലി എത്ര സിമ്പിളായ മൊമെൻ്റ് ആയാലും അത് മാക്സിമം എലിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആൻഡ് എൻ്റെ ഒരു ബേസിക്കലി ആ ലെവലിലുള്ള ഫോക്കസും ഇൻറ്റഗ്രിറ്റിയും കമ്മിറ്റ്മെൻറ്റും എൻ്റെ അപ്രോച്ചിൽ ഇല്ലയെന്ന് എനിക്ക് തോന്നി. ആൻഡ് ഹി റിയലി ചേഞ്ച് ദാറ്റ് ഇൻ മീ. ഇൻഫാക്ട് ഈ സിനിമയുടെ ഷൂട്ട് കഴിയാറായപ്പോൾ ഞാൻ വേറൊരു സിനിമയുടെ ഡബ്ബിങ്ങിന് വേണ്ടി ചെന്നൈ പോയിരുന്നു. ആൻഡ് അതിൽ ഒരു ഇമോഷണൽ സീനിൽ ഞാൻ എൻ്റെ പെർഫോമൻസിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആൻഡ് ഡയറക്ടറും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആൻഡ് അതിൻ്റെ പൈലറ്റ് ട്രാക്ക് വളരെ നല്ലതായിരുന്നു. അത് നമ്മൾ ഓൾമോസ്റ്റ് ജസ്റ്റിഫൈ ചെയ്തു എന്ന് തന്നെ പറയാം. പക്ഷെ അതിലൊരു ലൈൻ മാത്രം ഞാൻ ഒറിജിനലിൻ്റെ ഒരു 90% എത്തിയിട്ടുള്ളൂ എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ടേക്സ് പോയി, ഡയറക്ടർ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പുള്ളി പറഞ്ഞു, ഐ തിങ്ക് വി ഡൺ ദിസ് ഇസ് ഗ്രേറ്റ് എന്ന്. പക്ഷെ എനിക്ക് അത് പോരാന്ന് തോന്നി. ആൻഡ് അത് കുറേ ഡയലോഗ്സിൻ്റെ ഇടയിൽ വരുന്ന ഒരു ലൈനാണ്, പക്ഷെ എനിക്കത് ശരിയാക്കണം എന്നുണ്ടായിരുന്നു. ஸோ நான் வீட்டுக்கு போயின சேஷன் டைரக்டர் வச்சு சார் எனக்கு எப்படியாவது நாளைக்கு ஒரு 10 minutes மட்டும் கொடுங்க, நான் எனக்கு அந்த ஒரே ஒரு டயலாக் மட்டும் நான் சரி பண்ணி தரேன்னு ഞാൻ ബെഗ് ചെയ്തു. പോയി അത് കിട്ടുകയും ചെയ്തു. സോ ബേസിക്കലി ബേസിക്കലി ആ ഒരു 10% കൂടെ എനിക്ക് വേണമായിരുന്നു എന്ന് എനിക്ക് വേണമായിരുന്നു. ആൻഡ് അത് അൽതാഫ് പക്ഷെ അത് ഫഹദിന്റെ കൂടെയുള്ള ലേണിംഗ് ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ അത് ചെയ്യുമെന്ന്. സോ ഐ ജെന്യുവൻലി ഫീൽ ഹി ചേഞ്ച് ദാറ്റ് ഇൻ മീ. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.